ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة المؤمنون، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. يريد الله أن يخفف عنكم وخلق الإنسان ضعيفا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. മനുഷ്യന്റെ ആ ശക്ല്, രൂപം, സ്കെൽട്ടൻ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു എന്നാണ്. അപ്പൊ ഇബ്ലീസ് കുറച്ചു കാലമായി ഇതിന്റെ നാല് പുറങ്ങനെ നടക്കുക. അപ്പൊ നോക്കുമ്പോ ഉള്ളു പൊള്ളയാണ്, അജ്വഫ്. അങ്ങനെ ഉള്ളു പൊള്ളയായിട്ടൊരു രൂപം കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഇവനെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവനെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അന്ന് ഇബ്ലീസ് പ്രഖ്യാപിച്ചു. ആ ഒരു ധൈര്യത്തിലാണ് പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ അവനെ പഴപ്പിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവും റസൂലും നമ്മോട് പറഞ്ഞത്, നല്ലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളെ ഇബ്ലീസ് പഴപ്പിക്കും. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ അത്യാഹിതങ്ങളും അപകടങ്ങളും പരിസ്ഥിതി പ്രയാസങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ, ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കം, ആളുകൾ ഒലിച്ചു പോവുക നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസം മുമ്പാണ് ഒരു ലോറി അടക്കം, മനുഷ്യര് പലതും പറയും, ഭൂമിയുടെ അടിയിലുള്ള സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്തു, കണ്ടെടുത്തു എന്നൊക്കെ പറയും. ഏറ്റവും മുകളിലുള്ള പ്രപഞ്ചം ചൊവ്വയും ബുധനൊക്കെ പരിശോധിക്കും. പക്ഷെ അവന്റെ മുന്നിലുള്ള ഒരു വലിയ ലോറിയും ആ ലോറിയുടെ ഡ്രൈവറെയും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴേക്ക് വിഷയം മാറി. വാർത്ത വയനാടായി. ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ, കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് പോലും അറിയാത്ത വിധത്തിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയിരിക്കുകയാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 300 ആളാണ് ഇന്നത്തെ പത്രത്തിൽ മരണപ്പെട്ടു. കണ്ടെടുക്കാൻ ബാക്കിയുള്ളവര് അതിലധികം. നമ്മുടെ സുഹൃത്തുക്കളും സഹോദരന്മാരുമൊക്കെ അവിടെ രക്ഷാപ്രവർത്തനത്തിലാണ്. കാണാതായിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ്. ഞാൻ 2 ആഴ്ചയായിട്ട് മഴയെപ്പറ്റി പറഞ്ഞു. ഇത്തരം വിഷയങ്ങളുമായി സൂചന നൽകുകയും ഉണ്ടായി. 2 രൂപത്തിൽ അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിപ്പിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് ശിക്ഷയായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊരു ശിക്ഷയാണ് എന്ന് പറയാൻ തെളിവുകളോ വഹയ്കളോ ഒന്നും ഇല്ല. എന്നാൽ പരീക്ഷണമായിട്ടും അങ്ങനെ വരും എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്.
പരീക്ഷണമാണ്. എല്ലാം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പരീക്ഷണങ്ങളാണ്. ഇതിനു മുമ്പ് ചില രാജ്യങ്ങളെപ്പോലും ഇല്ലാതാക്കിയ ചരിത്രം ഖുർആനിൽ പറയുന്നു. وَلَوْ أَنَّ أَهْلَ الْقُرَىٰ آمَنُوا وَاتَّقَوْا لَفَتَحْنَا عَلَيْهِمْ بَرَكَاتٍ مِّنَ السَّمَاءِ وَالْأَرْضِ എന്ന് പറഞ്ഞിട്ട് ചില രാജ്യങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നു, ചില ഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ബനൂ ഇസ്രായേലിന് പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും ശിക്ഷകളും നൽകിയത് ഖുർആനിൽ പറയുന്നു. ഫർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ളഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത്. ചില ദൃഷ്ടാന്തങ്ങൾ അല്ലാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തൂഫാൻ ഇതിൽപ്പെട്ടതാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ജലപ്രളയം, മേഘസ്ഫോടനം, ഇതെല്ലാം തൂഫാൻ എന്ന പരിധിയിൽപ്പെടുന്നു. ജറാദ്, വെട്ടുകിളി ശല്യം. വെട്ടുകിളി ശല്യം അത് ഉള്ളവർക്കറിയാം, ചിലപ്പോഴൊക്കെ പത്രത്തിൽ കാണാം ചില രാജ്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ കുമ്മല്, പേൻ ശല്യം. തലയിലെ പേനാകാം, ചെള്ളാകാം, കോട്ടെരുമ, നമുക്കുണ്ടല്ലോ ആ ജാതി മോഡല്, കോട്ടെരുമയ ശല്യമാകാം. അത് ശല്യമാണ്, അതൊരു ശിക്ഷയാണ്, അല്ലെങ്കിൽ പരീക്ഷണമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. ലഫാദിഅ, തവളകൾ, കണ്ടോടത്തൊക്കെ തവള, ഒച്ച്, ഇതെല്ലാം ശല്യമാണ്. ഇതൊക്കെ അല്ലാഹു തആല പല രാജ്യത്തെയും പല ഖൗമിനെയും അല്ലാഹു തആല ഇങ്ങനെ നൽകി പരീക്ഷിച്ചിട്ടുണ്ട്. ചെറിയ ഡോസൊക്കെ അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും അനുഭവിപ്പിക്കും. ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്ത് സജ്ജദയിൽ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ഈ ജനങ്ങൾ വല്ലാതെ തെറ്റുകുറ്റങ്ങളിലും പടച്ചോനെ മറന്നിട്ടും ഒക്കെ ജീവിക്കുമ്പോ ചില ഡോസ് അല്ലാഹു തആല കൊടുക്കും എന്നതാണ്. വലിയ ശിക്ഷകളൊക്കെ വരുന്നതിന് മുമ്പ് ചില ചെറിയ ചെറിയ ഡോസുകൾ കൊടുക്കും. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ഇതിന്റെ ഭാഗമായേക്കാം ഈ കോട്ടെരുമ ശല്യം, പുഴുശല്യം, ഒറ്റുശല്യം എല്ലാം നമ്മൾ വലിയ കാര്യമായിട്ട് എഴുതാറുണ്ട്. ലഅല്ലഹും യർജിഊൻ, നമ്മളൊക്കെ നന്നായാൽ ഇതൊക്കെ ശരിയോ. അതുപോലെ തന്നെ നമുക്കറിയാം ഫസാദ് കടലിലും കരയിലും ഉണ്ടാകുന്നത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കയ്യേറ്റം കാരണമാണ് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. മനുഷ്യര് കയ്യേറുക. ആലോചിക്കൂ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും പത്രത്തിൽ കോറിക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ കാര്യമുള്ളൂ. ഏത് മല കുത്തിപ്പൊളിച്ചാലും, ഏത് പാറ പൊളിച്ചാലും, ഭൂമി കുലുങ്ങിയാലും മുതലാളിമാർക്ക് ജീവിക്കണം, അവരുടെ കോറി നടക്കണം. അതിന് കള്ളത്തരത്തിലോ അല്ലെങ്കിൽ അനുവദിച്ച രൂപത്തിലോ സ്വാധീനിച്ചിട്ടോ പെർമിഷൻ വാങ്ങണം. അങ്ങനെ ഒന്ന്. പിന്നെ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ, കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ മലകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാടങ്ങൾ, കൃഷിസ്ഥലങ്ങളൊക്കെ തൂർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാത്തൊരു സംഗതിയാണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞ സാധനം. മഴ പെയ്താൽ ആ മഴവെള്ളം ഒഴുകിപ്പോകാൻ നിയമമൊക്കെ ഉണ്ട്. ഡ്രെയിനേജ് ഇല്ലെങ്കിൽ പെർമിഷൻ കിട്ടൂല, നിയമമൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യരൊന്നും ഇത് പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. അത്രത്തോളം അഹങ്കാരികളായി ദുർബലനായ മനുഷ്യൻ മാറുന്നതിന്റെ ലക്ഷണം. എന്തെന്നെ സംഭവിച്ചാലും വേണ്ടില്ല, അവനവന്റെ കാര്യം നടക്കണം. 5 ഉറുപ്പിക ലാഭമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് എന്നും ആമസോണിൽ നിന്നൊക്കെയാണ് നമ്മുടെ കച്ചവടമായി മാറിയത്. ആരൊക്കെ കുട്ടികളെ എഴുതി കണ്ടു.
ആമസോണുകാരെ ആരെയും അവിടെ കണ്ടിട്ടില്ല വയനാട്. ഫ്ലിപ്കാർട്ടിൽ ഒരാളും വയനാട്ട് വന്നിട്ടില്ല. അവിടെയുള്ള സാധാരണ ചായപ്പീടിയ, തുണിപ്പീടിയ, അവിടുന്നൊക്കെയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കേണ്ട, അടിയന്തര അവസ്ഥയിൽ ഉപയോഗിക്കേണ്ട പാഡുകൾ പോലും കിട്ടിയത് അവിടുന്ന് പോലും കൊടുത്തതാ. അതാരും ആമസോണിൽ വരുത്തി കൊടുത്തൊന്നുമല്ല. ഞാൻ പറയുന്നത് മനുഷ്യരൊക്കെ അവന്റെ ചില അഹങ്കാരം കാരണം ₹1, ₹2 പിശുക്കിയിട്ട്, അല്ലെങ്കിൽ തൽക്കാലം എന്റെ കാര്യം നടക്കണം, എന്റെ കുട്ടികളുടെ കാര്യം നടക്കണം എന്ന് വിചാരിച്ചിട്ട്, ഇതൊന്നും ഒരു മുഅ്മിനിന് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. വിശ്വാസി മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കേണ്ടത്, മറ്റവന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ഡ്രൈവിംഗ് പഠിക്കുമ്പോ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, നീ വണ്ടി ഓടിക്കുമ്പോ മറ്റൊരു വണ്ടിക്ക് കടന്നു പോകാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. എത്ര ഡ്രൈവർമാർ അങ്ങനെ ഓടിക്കാറുണ്ട്? എത്ര ആൾക്ക് ഡ്രൈവിംഗ് നിർദ്ദേശങ്ങൾ അറിയാം? ട്രാഫിക് അപകടങ്ങൾ പെരുകുന്നു. കൃത്യമായ നിയമമുണ്ട്. എന്തിനാ മറ്റുള്ളവന് വഴിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓടണം എന്ന് പറയണത്? മറ്റുള്ളവന് വഴിയില്ലാതെ നമ്മൾ ഓടാൻ പാടില്ല. നിയമത്തെറ്റാണ്. അപ്പൊ ഗവൺമെന്റിന്റെ നിയമമാണെങ്കിലും ഒരു പദ്ധതിയുടെ നിയമമാണെങ്കിലും അതൊന്നും പാലിക്കാതെ നിയമത്തെ മറികടക്കുന്നു എന്നത് വലിയ ആത്മാഭിമാനമായി കൊണ്ടുനടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിയമത്തെ മറികടക്കുക. ചെന്നപ്പോ ഓഫീസർ പറ്റൂല പറഞ്ഞു. ഞാൻ വർത്താനം പറഞ്ഞപ്പോ അപ്പൊ ഒപ്പിട്ടെന്നു. എന്താ അങ്ങാടിയിലെ വർത്താനം? എന്താ ഈ പറഞ്ഞത്? ഒരു നിയമ ലംഘനം നടത്തിയതാണ്. ആ സമയത്ത് കയറി ചെന്നപ്പോ ഒരു ഓഫീസിൽ കയറി ചെന്നപ്പോ കയറാൻ പറ്റൂല, 2 മണിക്കേ പ്രവേശമുള്ളൂ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒച്ചിട്ടു. അപ്പൊ എന്നെ കയറ്റി. വലിയ കാര്യമായി അവൻ ചെയ്തത്. നമ്മളൊക്കെ ബടായി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ കാര്യങ്ങളും നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല. ഇപ്പൊ ഈ ഒരു വെള്ളപ്പൊക്കം പിന്നെ മലയിടിച്ചിൽ വന്നപ്പോ കേന്ദ്രവും കേരളവും തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? 200 സെന്റിമീറ്റർ അതുപോലെ 214 സെന്റിമീറ്റർ മഴയാണ് ഇന്ന സ്ഥലത്ത് ലഭിക്കുക എന്നാണ് കേന്ദ്രം നമുക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ മഴ കിട്ടിയപ്പോൾ അത് 300, 366 സെന്റിമീറ്ററായി മാറിയെന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഒരാൾക്കും ഇത് പ്രവചിക്കാൻ കഴിയില്ല. എത്ര ശാസ്ത്രവും വാനനിരീക്ഷണവും വലുതായി പോയാലും എത്ര പഠിച്ചാലും അള്ളാഹ് പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ മരിക്കുന്നു എന്നും അറിയില്ല. കാരണം ചിലപ്പോ മനുഷ്യരുടെ കരങ്ങളായേക്കാം. ഞാനിവിടെ സൂചിപ്പിച്ചൊരു ആയത്ത് വളരെ പ്രധാനമാണ്. മാ അസാബ മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും, നിങ്ങൾക്ക് മുസീബത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ടാണ്, നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു, പരിസ്ഥിതി ഗവേഷകർക്ക് വയനാട്ടിലേക്ക് പ്രവേശനമില്ല, അഥവാ പ്രവേശിച്ചാൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അതിന്റെ നിഗമനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ വിലക്കിയിട്ടുണ്ട്. കാരണം പ്രകൃതിയെ ദ്രോഹിക്കാണ് മനുഷ്യന്മാർ. മുന്നറിയിപ്പുകൾ അവഗണിക്കുകയാണ് മനുഷ്യന്മാർ. ഒരു മുന്നറിയിപ്പോ എല്ലാ മുന്നറിയിപ്പോ ആലോചിക്കൂ. ഇപ്പൊ പറഞ്ഞില്ല, എത്ര ആളുകൾ അങ്ങോട്ട് കാണാൻ പോകേണ്ട ആവശ്യമില്ല, ആവശ്യത്തിൽ മാത്രം പോയാൽ മതി, അപ്പോൾ ആളുകൾ കാണാൻ പോകും. അപ്പൊ മനുഷ്യരുടെ പ്രവർത്തനം കാരണമായിട്ടാണ് എന്ന് ഖുർആൻ അനുസരിച്ച് ഇത് പഠിക്കുമ്പോ നമുക്കൊക്കെ മനസ്സിലാകുന്നത് ഇത്തരം ദുരന്തങ്ങൾ ആർക്കും എപ്പോഴും ഏത് സമയത്തും സംഭവിക്കാം എന്ന്. ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും സാധാരണ പോലെ കടന്നുറങ്ങുന്നു. രാവിലെ അവന്റെ ബോഡി കിട്ടുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് പോത്തുകല്ല് ഭാഗത്തുണ്ട്. ഡെഡ് ബോഡി കിട്ടും. വസ്ത്രങ്ങളില്ലാഞ്ഞിട്ട് രക്ഷാപ്രവർത്തകര് ഉടുമുണ്ടഴിച്ചിട്ടാണ്. അവര് അടിവസ്ത്രം മാത്രം ധരിച്ച് ഉടുമുണ്ടഴിച്ച് ആ ഉടുമുണ്ടിലാണ് ആ ഡെഡ് ബോഡി പൊതിയുന്നത്. ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി സാധാരണ പോലെ കടന്നുറങ്ങിയ ആളുകളാണ്. 300-400 കണക്കിന് ആളുകൾ അങ്ങനെയൊക്കെ ആയെങ്കിൽ മനുഷ്യനെവിടെ? ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ
അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് അവിടെ പ്രകടമാകുന്നത്. നമ്മുടെ പ്രവചനങ്ങളും നമ്മുടെ പ്രതിരോധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ദുർബലാവസ്ഥ. മനുഷ്യൻ വളരെ ദുർബലനാണ്. അല്ലെ എന്താ മനുഷ്യൻ? ചൂട് അധികമായ പറയും വല്ലാത്ത ചൂട്, ചൂട് കുറഞ്ഞാ പറയും വല്ലാത്ത തണുപ്പ്. മനുഷ്യന് പരിധിയുണ്ട്, കണ്ണിനൊരു പരിധിയുണ്ട്. അപ്പുറം കാണണമെങ്കിൽ ബൈനോക്കുലർ ഉപയോഗിച്ചാൽ കുറച്ചൊക്കെ ദൂരമുള്ളത് കാണാം, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ അടുത്തുള്ളത് കാണാം, അതിലപ്പുറം പിന്നെ കാണൂല. മനുഷ്യന്റെ ഇത്ര ഡെസിബിളിൽ കേൾക്കാൻ പാടുള്ളൂ. മനുഷ്യന് നിയമമുണ്ട്, ഇത്ര ഡെസിബിളിൽ അധികമായാൽ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല, കുറഞ്ഞാലും കേൾക്കാൻ കഴിയില്ല. ശബ്ദത്തിന്, കേൾവിക്ക്, കാഴ്ചക്ക്, ചിന്തക്ക്, ഭക്ഷണം കഴിക്കുന്നതിന് കുറേ വിഭവങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ തിന്നാൻ കഴിയില്ല. അപ്പോഴത്തെ കല്യാണങ്ങൾ അങ്ങനെയല്ലേ, എത്രങ്ങാനും വിഭവങ്ങളാ. ഇതൊക്കെ കൂടി ഒരു മനുഷ്യനെ കൊണ്ട് തിന്നാൻ കഴിയോ? കഴിയില്ല. അവന് പറ്റുന്ന ആവശ്യമുള്ളത് അപ്പൊ കഴിയില്ല. പിന്നെ ഛർദ്ദിക്കാൻ തുടങ്ങും. അല്ലാഹു ഖലഖക്കും മിൻ ളഅഫിൻ, അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. അതാ അല്ലാഹ് പറയാം, നിങ്ങളെ ദുർബലനായിട്ട് സൃഷ്ടിച്ചു. വജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ശക്തി തന്നു. അല്ലെ, ജനിക്കുമ്പോ ഒന്നും നമുക്ക് കഴിയില്ല. ആരോ പറഞ്ഞല്ലേ, ജനിക്കുമ്പോഴും എടുക്കണം നിന്നെ, മരിക്കുമ്പോഴും എടുക്കണം നിന്നെ. അതിന്റെ ഇടയിൽ എന്തിനാപ്പം ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന ചോദ്യം. മറ്റൊരാളെ സഹായം വേണം. ഒരൊറ്റ ജന്തുവിനും ഇല്ലാത്ത പ്രത്യേകതയാണ്. സ്വന്തം അമ്മയുടെ പാല് കുടിക്കണമെങ്കിൽ വരെ 4-5 കൂടണം. അമ്മായിമ്മി, നാത്തൂനും, ഉമ്മാമിയും വല്യമ്മയും ഒക്കെ പാടെ കൂടിയാലേ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയുള്ളൂ. ആട്ടുംകുട്ടിക്ക് അങ്ങനെയൊക്കെ പാടെ കൂടുതലുണ്ടോ? നമ്മൾ വളർത്തിന് നമ്മളുണ്ടാക്കിയ പ്രയാസമുണ്ടെന്നല്ലാതെ കാട്ടിലൊക്കെ എത്ര എണ്ണ വളരുന്ന വല്ല ആട്ടുകുട്ടിക്കോ ആനക്കുട്ടിക്കോ പാല് കൊടുക്കുമ്പോ അമ്മായിമ്മയും മരുമക്കളൊക്കെ പാടെ പോകലുണ്ടോ? അപ്പൊ അത്ര പ്രയാസമാണ് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. കുറച്ചടി കഴിഞ്ഞ് രോഗം പിടിച്ചാലും മനുഷ്യനെ വേറെ ആളെ ആശ്രയിക്കണം, അവര് വേണം. കുറച്ചു കാലം അള്ളാഹു പറയാ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ, പിന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ശക്തി തരുമല്ലോ. സുമ്മ മിൻ ബഅദി ഖുവ്വതിൻ ളഅഫൻ വശൈബ, അത് കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും അള്ളാഹ് ദുർബലനാണ്. പിന്നെ നിങ്ങൾ നരക്കും, പിന്നെ നിങ്ങൾ മരിക്കും. അതിന്റെ നേരെ പോവുകയാണ്. ഒരു 40 വയസ്സ് അള്ളാഹ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരിക്കൽ വിശദീകരിക്കാം. 40ന്റെ ഒരു കണക്ക് അള്ളാഹ് പറയുന്നു. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 യൗമ, 40 ദിവസം പൂർത്തിയാക്കിയാൽ ബലഗ അശുദ്ധഹു, കുറച്ചൊക്കെ ഖുവ്വത്ത് അവന് കിട്ടുമെന്ന്. 40 വരെ മനുഷ്യൻ എന്ത് ചെയ്യാം, സുഖമായിട്ടൊക്കെ കുറച്ചൊക്കെ ഭക്ഷണം കഴിയും. പിന്നെ 40 കഴിഞ്ഞാൽ ഒക്കെ അധികം. പിന്നെ ഉപ്പ് വെച്ചൂല, സോഡിയം അധികമാവും. പിന്നെ പ്രഷർ കൂടും. മുളക് വെച്ചൂല, പഞ്ചസാര വെച്ചൂല, പിന്നെ കീപ്പട്ടാണ്. അപ്പൊ 40 വയസ്സൊരു ശക്തി, അത് അഭിമുമ്പായ കൂവത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപം അള്ളാഹ്. അതുകൊണ്ട് ആലോചിച്ചു, മനുഷ്യന്റെ ഈ ദുർബലത അള്ളാഹ് പോലും കണ്ടറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓതിയ ആയത്ത് സൂറത്തുൻ നിസായിൽ, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാനാണ്. പല നിയമങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് ലഘൂകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹ് പറയാ വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ വളരെ ദുർബലനായിട്ടാണ്. അള്ളാഹ്ക്കറിയാം. നോക്കൂ, നിന്ന് നിസ്കരിക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, അതിന് വയ്യെങ്കിൽ കടന്ന് നിസ്കരിച്ചാൽ മതി, അതിനും വയ്യെങ്കിൽ ആംഗ്യം കാട്ടിയാൽ മതി, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാൽ മതി, കുഴപ്പമില്ല. കാശും ആരോഗ്യമൊന്നുമില്ലെങ്കിൽ ഹജ്ജിന് പോണ്ട, പണമില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട, എല്ലാം കൃത്യം. നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, എല്ലാ കാര്യങ്ങളും. നോമ്പ് നിൽക്കാൻ വയ്യെങ്കിൽ നോമ്പ് നിൽക്കണ്ട, വേണമെങ്കിൽ ഫിദിയ കൊടുക്കാം, തീരെ വയ്യെങ്കിൽ അതും വേണ്ട, പ്രായമാണെങ്കിൽ നോമ്പ് നിൽക്കണ്ട. അപ്പൊ ഹജ്ജിന്, സക്കാത്തിന്, നോമ്പിന്, എല്ലാറ്റിനും അള്ളാഹ് ഇളവ് വെച്ചത് എന്താണ്? യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹ് നിങ്ങൾക്കൊക്കെ ലഘൂകരിച്ചു തരാൻ. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അഹങ്കരിച്ച് നടക്കണ്ട. കുറച്ചൊക്കെ വിവരമുണ്ടെന്ന് കരുതിയിട്ട്,
കുറച്ചൊക്കെ കണ്ടെത്തി എന്ന് കരുതിയിട്ട് പടച്ചോനെ മറന്ന് ജീവിക്കണ്ട. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ വേണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹ് മാത്രമാണ് ഗനീ, ആരെയും ആശ്രയിക്കേണ്ടാത്തവൻ അല്ലാഹയാണ്. നിങ്ങളൊക്കെ അല്ലാഹ്ക്കാവും, നിങ്ങൾക്കൊക്കെ അല്ലാഹനാവും. ഏത് യുക്തിവാദിയും അവസാനം ചിലപ്പോൾ അറിയാതെ വിളിക്കുന്നുണ്ടാവും അല്ലാഹ് എന്നൊരു വിളി ഇപ്പൊ ഒരിക്കലെങ്കിലും എന്റെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ദൈവേ, അല്ലാഹ്, പടച്ചോനെ എന്നൊക്കെ ഒരു വിളി ഇല്ലാതെ പോകാൻ പറ്റൂല എന്നാണ്. ലാസ്റ്റ് അങ്ങനെ ഒന്ന് വേണ്ടി വരുന്നു. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ, വേറെ ഒരു പരിഹാരം അതിലില്ല എന്ത് പറഞ്ഞാലും. കാരണം മനുഷ്യന്റെ ദൗർബല്യം ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുമ്പോ കൂടിക്കൊണ്ടിരിക്കുക, ദൗർബല്യം പ്രകടമായിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്നിനും കഴിയാത്തവനാണ് എന്ന് തോന്നിക്കൂടി നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇന്നത്തെ ഹെഡിങ്ങിന്റെ പത്രത്തിൽ കണ്ടത് തള്ളന്റെ പിടിവിട്ടുപോയ കുട്ടി, പിന്നെ പിതാവിന്റെ പിടിവിട്ടുപോയ കുട്ടി, ഇങ്ങനെയൊക്കെയാണ്. നോക്കി നിൽക്കേ ദുരന്തങ്ങള് വന്നുകൊണ്ടിരിക്കുക. നോക്കി നിൽക്കുമ്പോ, നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോ അവിടെ അള്ളാഹു ഓരോന്ന് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോ നമുക്കൊക്കെ ചിന്തിക്കാം. കാരണം അള്ളാഹ് പരീക്ഷിക്കും. വനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടികൊണ്ട് പരീക്ഷിക്കും. ജൂഅ്, വിശപ്പ്, നഖ്സ് മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം, അസ്സമറാത്ത്, കൃഷി നഷ്ടം, വൽ അൻഫുസ്, മനുഷ്യനഷ്ടം, ഒക്കെ മരണം, കൃഷി നശിക്കുക, സമ്പത്ത് നശിക്കുക, എല്ലാം നശിച്ചു. ആലോചിച്ചു നോക്കൂ. 2 ദിവസം മുമ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു, കാട്ടാന തുണയായി വന്നു. കാട്ടാന തുണയായി വന്നു. ഭൂമികുലുക്കം കണ്ടപ്പോ ഓടി. പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഭൂമികുലുക്കം ഇതൊക്കെ കേട്ടപ്പോ, ശബ്ദം കേട്ടപ്പോ പുറത്തിറങ്ങി ഓടിയപ്പോ മുന്നിൽ കാട്ടാന. ആകെ ഭയന്ന് അവിടെ നിൽക്കുമ്പോ, രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുമ്പോ കാട്ടാന ഇവരെ പ്രതിരോധിച്ചുകൊണ്ട്, ഈ മനുഷ്യരെ പ്രതിരോധിച്ചുകൊണ്ട് കാട്ടാന ഒരു മറയായിട്ട് വന്നു എന്നാണ്. ഇതൊക്കെ വലിയ അത്ഭുതമാണ്. ഇത് ഖുർആനിലെ വല്ല മോചിതത്തോ വല്ല കറാമത്തൊക്കെ പറഞ്ഞാലാണ് നമ്മുടെ എക്സുകൾ, എന്താ പറയാ, എക്സ് മുസ്ലിം, യുക്തിവാദി, ദൈവനിഷേധി, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഡിങ്കൻ, അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് നടക്കണം. ഇതൊക്കെ അവർക്ക് വിശ്വസിക്കാം. ഇതുപോലെ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടാണെങ്കിൽ ഉറുമ്പ് സഹായിയായി വന്നൂന്നോ അല്ലെങ്കിൽ മത്സ്യം സഹായിച്ചു എന്നൊക്കെ ഖുർആനിൽ കണ്ട അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഒരു കുടുംബത്തിനൊരു കാട്ടാന യാതൊരു അക്രമവും നടത്താതെ, എന്ന് മാത്രമല്ല ഇവർക്ക് വരുന്ന അക്രമം കൂടി പ്രതിരോധിച്ചുകൊണ്ട് നേരം പുലരുവോളം ഒരു കാട്ടാന തുണക്കുന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ അത് ഇവർക്കൊക്കെ കഴിയുന്നുണ്ടല്ലോ. എവിടെ ഇവരുടെ ഈമാൻ? ശരിക്ക് ഖുർആൻ പഠിച്ചാൽ മതി. ഖുർആൻ പഠിച്ചാൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല തോന്നിപ്പോകും. അങ്ങനെയൊക്കെ അള്ളാഹ് സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരൊറ്റ മാർഗ്ഗം അള്ളാഹ് പറയാം, വബശ്ശിരി സ്വാബിരി, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബഹും മുസീബത്തുൻ, മുസീബത്ത് സംഭവിച്ചാൽ അവർ പറയും ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ്, ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങും. അവസാനത്തെ ശരണം അത് മാത്രമാണ്. ഞങ്ങളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ്, എന്തും അള്ളാഹ്ക്ക് ചെയ്യാം. വലാ യഖാഫു ഉഖ്ബാഹാ, അള്ളാഹ് വല്ല ശിക്ഷയോ പരീക്ഷണമോ അള്ളാഹ് നടത്തുകയാണെങ്കിൽ അതിന്റെ ആഖിബത്ത്, പര്യവസാനം അള്ളാഹ് ചിന്തിക്കൂലാണ്. നമ്മുടെ കോടതി അടക്കം ചിലപ്പോൾ ചിന്തിക്കും. ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് തൽക്കാലം ജയിൽ ശിക്ഷ ഒഴിവാക്കുന്നു എന്ന് കോടതിക്ക് പറയാം. അള്ളാഹ് പറയില്ല. ചിലപ്പോൾ മുലകുടിക്കുന്ന 3 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പിന്നെ മുലകുടി പ്രായമുള്ള കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, ഇപ്പൊ തന്നെ മരിപ്പിക്കണ്ട, കുറച്ചാൽ കഴിഞ്ഞോട്ടെ. അങ്ങനത്തെ ഒരാളെ ദുരന്തത്തിൽപ്പെടുത്താൻ പറ്റില്ല. വലിയ പള്ളിന്റെ കാര്യപ്പെട്ട ആളാണ്, ഓനപ്പം നശിപ്പിക്കാൻ പറ്റൂല. അങ്ങനെയൊന്നും അള്ളാഹ് വിചാരിക്കൂല. വലാ യഖാഫു ഉഖ്ബാഹാ, ആഖിബത്ത് ഒരിക്കലും അള്ളാഹ് ചിന്തിക്കൂല എന്നാണ്. എല്ലാവരും പെടും, നല്ലവരും പെടും, മോശമുള്ളവരൊക്കെ പെടും. ആയിഷാബി വെച്ചു, അപ്പൊ എല്ലാവരും നല്ല മനുഷ്യന്മാരൊക്കെ പെടൂല, പെടും. പിന്നെ സുമ്മയു ബഅസുന അലാ നിയ്യാതിഹിം, നല്ല മനുഷ്യന്മാർ അവരെ നിയ്യത്തനുസരിച്ച് പരലോകത്തുള്ള പ്രതിഫലം കൊടുക്കുന്നുള്ളൂ. അപ്പൊ മനുഷ്യൻ പ്രകൃതി ദുരന്തത്തിന് വഴിയൊരുക്കിയാൽ, പ്രകൃതി നിയമങ്ങളെ മനുഷ്യർ നഷ്ടപ്പെടുത്തിയാൽ അല്ലാഹു തആല എല്ലാവരെയും ശിക്ഷിക്കും. അതിൽ ചിലപ്പോൾ പ്രകൃതിവാദികളുണ്ടാവും, പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുണ്ടാവും, അത് അളന്ന് തിട്ടപ്പെടുത്തിയൊക്കെ എല്ലാവരും പെടും.
പിന്നെ അതിന്റെയൊക്കെ കൂലി പരലോകത്തുള്ള കൊടുക്കല്ലാതെ എല്ലാവരും അതിൽ പെടുമെന്ന്. അതുകൊണ്ട് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്ഹും മുസീബത്തുൻ, ഇത്തരം മുസീബത്തൊക്കെ സംഭവിക്കുമ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. പടച്ചോനെ, ഇങ്ങനെ ഒരു മുസീബത്ത് സംഭവിച്ചാൽ ഇതിലേറെ ഖൈറായത് എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരിച്ചപ്പോ, പിന്നെ അബൂ സലമ മരിച്ചപ്പോ നബിയോട് ഒന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ ഭർത്താവ് മരിച്ചുപോയി. നബി പറഞ്ഞു, ഇങ്ങനെ പറയും, പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. എനിക്ക് ഈ മുസീബത്തിനേക്കാൾ ഖൈറൊന്ന് തരണേന്നാ മുസൽമാവി പറയാ. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഏറ്റവും നല്ല സ്നേഹനിധിയായ എന്റെ ഭർത്താവ് മരിക്കുക, അതിനേക്കാൾ ഒരു ഖൈർ ഇനി ഈ ദുനിയാവിൽ എന്താ കിട്ടാൻ? എന്താപ്പ നബി പറയണത്? ഇനിയൊരു ഖൈർ എന്താ കിട്ടാനുള്ളത് ചിന്തിച്ചു താൻ. പക്ഷേ പിന്നീട് ഉണ്ടായതെന്താ അറിയോ? എനിക്ക് അതിലേറെ ഖൈർ കിട്ടിയെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിച്ചു. ചരിത്രം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ വിവാഹം കഴിച്ചു. യാദൃച്ഛികം. അതാണ് നമ്മൾ വിചാരിക്കും, ഇതിലും വലിയ ചില ആൾക്കാരെ പറഞ്ഞ ഇതിലും വലിയ ഖൈർ ഇനി എന്താ കിട്ടാനുള്ളത് നമ്മൾ ചോദിക്കാം. പറഞ്ഞോന്റെ നേരക്കേടും അല്ല, അതിലേറെ ഖൈർ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഖൈറുകൾ ഇത്തരം മുസീബത്തുകളിൽ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാം. ആലോചിച്ചു, നമ്മൾ പലതിനെയും അതിജയിച്ചവരാണ്. നമ്മുടെ ഐക്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ സാമൂഹ്യ ബോധം ഇതിലേറെ വലുത്. കൊറോണ അവിടെ വന്ന് എല്ലാം ശാസ്ത്രജ്ഞ വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പുരോഗമിച്ച് നിൽക്കുമ്പോഴാണ് സാമ്പിൾ ഡോസ് എന്നൊക്കെ നിപ്പ ആദ്യം കോഴിക്കോട് കണ്ണൂർ വരുന്നത്, കോഴിക്കോട് ജില്ലകളിലൊക്കെ വരുന്നത്. അതിനതിജയിച്ചാണ് കൊറോണ വന്നത്. അതിലേറെ വലുത്. അതിനൊക്കെ നമ്മൾ അതിജയിച്ചെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും നമ്മൾ അതിജയിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുസീബത്ത് വരുമ്പോ അവർക്കൊക്കെ സ്വർഗം കിട്ടാനും പ്രതിഫലം കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഒരു ഇതായിട്ട് മാറണം. മാത്രമല്ല, പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കൊക്കെ വലിയ ശിക്ഷകൾ ഇതിലും വരാനുണ്ട്. ഖിയാമത്ത് നാളെ കുറിച്ച് അല്ലാഹ് പറയുന്നു. എന്താ പത്രത്തിലൊക്കെ എന്തൊക്കെയപ്പോ എഴുതിയത്? ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളൊക്കെ വായിച്ചാൽ കരഞ്ഞു പോണ രൂപത്തിലൊക്കെ എഴുതി പോയിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. ഖിയാമത്ത് നാളിന്റെ ആ സൽസലത്ത്, കിടിലത, അത് ഭയാനകമാണ്. യൗമ തറൗനഹാ, നിങ്ങളെങ്ങാനും അത് കണ്ടിരുന്നുവെങ്കിൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുലപ്പാല് കൊടുക്കുന്ന സ്ത്രീകളൊക്കെ തന്റെ കുട്ടിയെക്കുറിച്ച് അശ്രദ്ധരായി പോകുന്ന, പാല് കൊടുക്കുന്ന സ്ത്രീകൾക്കറിയാം, ഏത് ഉറക്കത്തിലും, എത്ര വലിയ ഉറക്കത്തിലും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അപകടം പറ്റുന്നതും ആ കുട്ടിയുടെ ശ്രദ്ധ അത്ര അധികം അവരുടെ മനസ്സിലുണ്ടാവും. അല്ലാഹു പറയാ, ഖിയാമത്ത് നാളിന്റെ കിടിലത വന്നാൽ, പ്രകമ്പനം വന്നാൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, അവരശ്രദ്ധരായി പോകുന്ന അതിന്റെ ഭയാനകത സൂചിപ്പിക്കുക. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ, പ്രസവിക്കാത്ത ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകുന്ന, സമയമൊന്നും ആകേണ്ടതില്ല. വതറന്നാസ സുക്കാറ, ജനങ്ങളാകെ പരിഭ്രമിച്ച് മത്തുപിടിച്ച് മദ്യപിച്ചവരെ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. വമാഹും ബിസുക്കാറ, അവരാരും മദ്യപിച്ചിട്ടൊന്നുമില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അത് അള്ളാഹുവിന്റെ വലിയ ശിക്ഷയായിരിക്കാം. അള്ളാഹിന്റെ ശിക്ഷയുടെ കാഠിന്യം അത്ര വലുതാണ്. ചില ശിക്ഷകളൊക്കെ വന്നാൽ അന്തം വിട്ടുപോകും മനുഷ്യന്മാർ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് വലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, അല്ലാഹു ചോദിക്കുക, എന്താണ് നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോ നിങ്ങളൊന്ന് വിനയാന്യതരാവാത്തത്? നിങ്ങളൊന്ന് വിനയാന്യതരാവിൻ. നിങ്ങൾക്ക് വിനയമുണ്ടാവട്ടെ. അത് പറഞ്ഞതൊന്ന് കേൾക്കി. ഗവൺമെന്റ് പറഞ്ഞത്, നിയമങ്ങൾ പറഞ്ഞത് ഒന്ന് അനുസരിക്കി. പ്രകൃതി ചൂഷണം ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ഒന്ന് അനുസരിക്കി. എന്താണ് നിങ്ങളൊന്ന് വിനയത്തോടെ പെരുമാറാത്തത്? ആ കിബ്റ് വിടുന്നില്ല മനുഷ്യന്മാർ. ഇപ്പോഴും കിബ്റ് വിടുന്നില്ല. മഗറക ബിറബ്ബിക്കൽ കരീം, എന്താണ് നിന്നെ വഞ്ചിച്ചു പോയത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ചു നേരാക്കി. ഇങ്ങനത്തെ റബ്ബിനെ കുറിച്ച് നീ എന്താ ബോധമില്ലാതെ ജീവിക്കണത്? അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. മഹാന്മാരൊക്കെ എഴുതി വെച്ചു, മനുഷ്യനെ അഹങ്കരിക്കാൻ അവ്വലുഹ നുത്ഫത്തുൻ മദിറ,
ആദ്യം മനുഷ്യന്റെ ആദ്യം എന്ന് പറഞ്ഞാൽ വെറും ഇന്ദ്രിയത്തുള്ളി മാത്രമാണ്. കുറച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കിയില്ലെങ്കിൽ നാറും. അത്ര നിസ്സാരമാണ്. മനുഷ്യന്റെ അവസാനം എന്ന് പറഞ്ഞാൽ നാറ്റമുള്ള ജീഫത്ത, ഡെഡ് ബോഡിയാണ്. കുറച്ചു നേരം മറവി ചെയ്യാതിരുന്നാൽ നാറ്റം സഹിക്കാൻ വയ്ക്കില്ല. പെട്ടെന്ന് മയ്യത്തിട്ടില്ലെങ്കിൽ ചിലതൊക്കെ ഉണ്ടല്ലോ നാറിച്ചു നിൽക്കൂല. അത്രയുള്ളൂ മനുഷ്യൻ. അതോടൊപ്പം നിന്റെ വയറ്റില് വെറും മാലിന്യം മാത്രമാണ്. നമ്മുടെ ഈ അഹങ്കാരമൊക്കെ നമ്മുടെ വയറ്റിലെ കാട്ടത്തിന്റെ ബലാണ്. രണ്ടോട്ടം നേരെ വയറ്റിന്ന് പോയാൽ ഒക്കെ തീരും. പിന്നെ ഗ്ലൂക്കോസും കുപ്പിയേറ്റും അവന്റെ പിന്നാലെ എടുക്കേണ്ടി വരും. ഇതൊക്കെ അഹങ്കരിക്കുണ്ടല്ലോ, ഏത് വലിയവനായിട്ടും കാര്യമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ബലം എന്ന് പറഞ്ഞാൽ തന്നെ വയറ്റിന്റെ ഉള്ളിൽ ഈ മാലിന്യം ഉണ്ടാവുകൊണ്ടാണ്. അത് അവിടെ ഇങ്ങനെ അതിന്റെ അളവിലും തൂക്കത്തിലും നിൽക്കുന്നത് കൊണ്ടാണ്. അത് നിൽക്കണം. അത് പോയാൽ പോയി. അപ്പൊ അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. റബ്ബിക്കൽ കരീം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, ഞാൻ പറഞ്ഞില്ലേ ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന്, മുസീബത്തിൽ നിന്ന് നമ്മൾ അഭയം തേടുക. അതിലേറെ ഒരു ഖൈർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ മുസീബത്തുകൾ നമുക്കൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. അതോടൊപ്പം തന്നെ അവരെ പുനരധിവസിപ്പിക്കുക. വളരെ അത്യാവശ്യം. പുനരധിവസിപ്പിക്കുക. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അടിവസ്ത്രങ്ങൾ മുതൽ ഭക്ഷണം മുതൽ എല്ലാം. അത് ഒരു 2 ദിവസം ചൂടിന് കിട്ടിയിട്ട് കാര്യമില്ല. സ്ഥിരമായി സംവിധാനങ്ങൾ ഉണ്ടാകും. നമുക്ക് ചില കുടുംബങ്ങളൊക്കെ ഒന്നാകെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില കുടുംബത്തിൽ 1-2 ആളുകളെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പള്ളി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമ്പലം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളി തകർന്നിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അവരൊക്കെ പുനർജീവിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനുള്ളത് കേരള നദുവത്തുൽ മുജാഹിദീൻ കേന്നം ഒരു പുനരധിവാസ ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് അവരൊക്കെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും KNM-ന്റെ കീഴിലുള്ള ഈലാഫ് വളണ്ടിയർമാര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വളണ്ടിയർ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഇവരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ KNM-ന്റെ ഒരു വലിയ സംരംഭമാണ്. അതിന് ഒരുപാട് പണം ആവശ്യം വരും. പണമൊന്നും അല്ലാതെ മനസ്സിലാവും ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നമ്മൾ എടുത്തത് തിന്നത് ഉപയോഗിച്ചത് പിന്നെ സദക്ക കൊടുത്തേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പണത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ല. ഒരു നേരെ ഇടിപൊട്ടിയാൽ അല്ലെങ്കിൽ ശക്തമായി മഴ പെയ്താൽ പണം ഒരു കാര്യമില്ല. അതൊക്കെ നല്ല കാര്യത്തിന് വിനിയോഗിക്കാൻ നമുക്കുള്ള നല്ലൊരു ചാൻസാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണം കൊണ്ട് നമുക്ക് സ്വർഗം നേടാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫണ്ട്, ആ ഒരു പുനരധിവാസ ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം എല്ലാ KNM-ന്റെ എല്ലാ പള്ളികളിലും ഇന്ന് 2-ാം തീയതിയായ ഇന്ന് തുടങ്ങി വെക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൽ കാര്യമായിട്ട് തന്നെ സഹകരിക്കണം, തുടങ്ങി വെക്കണം. നമുക്ക് നല്ലൊരു സംഖ്യ എല്ലാവരും പാടെ കൂടുമ്പോൾ പല തുള്ളി പെരുവെള്ളാണല്ലോ, അത് ഉപകാരപ്പെടും. അങ്ങനെ ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പങ്കാളികളാകാന്നുള്ളതിന് വലിയ കൂലിയുള്ള കാര്യമാണ്. അതൊരു വിനയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ അഹങ്കാരമില്ല, നമ്മളൊക്കെ പങ്കാളികളാകുന്നു എന്നതിന്റെ ഭാഗം കൂടിയാണത്. അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കലക്ഷന്റെ തുടക്കം ഇന്നിവിടെ കുറിക്കും. അതിനവിടെ പുറത്ത് ബക്കറ്റ് സൗകര്യങ്ങളുണ്ട്. എല്ലാവരും കാര്യമായി അത് സഹകരിക്കുക എന്നുണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.